Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ പ്രൈം മെമ്പറും പ്ലസ് മെമ്പറൊക്കെ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ഫോൺസും ലാപ്ടോപ്സും പ്രത്യേകിച്ച് ഈ സ്മാർട്ട് ഫോൺസും ലാപ്ടോപ്സൊക്കെ വാങ്ങിക്കാനുള്ള ഒരു പ്ലാനുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കിടിലൻ ഡീൽസ് ഓൾറെഡി അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ OnePlus Nord 5ൻ്റെ ഒരു റിവ്യൂ ആണ്, ഒരു ലോങ് ടേം റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയുന്ന സാധനത്തിന്. ഇതിൽ നമുക്ക് ഓഫർ വരുന്നുണ്ട്. ഇത് ആക്ച്വലി നോർമൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 31,999 ആണ്. അത് നമുക്ക് കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് 27,700 രൂപയ്ക്ക് നമുക്കിപ്പോൾ ഈ സെയിൽസിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 30,000 റേഞ്ചിൽ നിങ്ങൾ ഇതിൻ്റെ ബേസ് മോഡലാണ് 8GB 256GB വേരിയൻറ്റ്, സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ് പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ആക്ച്വലി 12GB 512GB വേരിയൻ്റാണ്. ഇതിൻ്റെ ഹൈ എൻഡ് വെർഷനാണ്. 37,999 പ്രൈസ് വരുന്ന മോഡലാണ്. എന്ന് വെച്ചാൽ 512GB വേരിയൻ്റ് ആകെ ബ്ലാക്ക് കളറിൽ മാത്രമേ വരുന്നുള്ളൂ. ആക്ച്വലി 3 കളറിൽ അവൈലബിൾ ആണ്, ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ഒരു ബ്ലൂയിഷ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആമസോണിലാണ് ശരിക്കും ഒഫീഷ്യൽ സെല്ലർ OnePlusൻ്റെ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒരിക്കലും ഈ OnePlus ഡിവൈസുകൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഓഫ്ലൈനിൽ പോയി കഴിഞ്ഞാൽ ക്രോമ സ്റ്റോറിലും റിലയൻസ് സ്റ്റോർ ആണ് ഇവർക്ക് ആക്ച്വലി ഓതറൈസ്ഡ് OnePlus സ്റ്റോർ സെല്ലിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ 2 മോഡൽ യൂസ് ചെയ്ത് നോക്കി, ഒരെണ്ണം ബേസ് വേരിയൻറ്റും ഒരെണ്ണം ഹൈ എൻഡ് വേരിയൻറ്റും. അപ്പോൾ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ പക്ഷേ വലിയൊരു എന്താ പറയുക, പ്രത്യേകിച്ച് ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ ഹൈ എൻഡ് ഗെയിമിംഗ് ആണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിംഗ് ഒക്കെ സുഖമായിട്ട് പറ്റുന്നുണ്ട്, ഒരു ഇഷ്യൂസും കാണുന്നില്ല. പെർഫോമൻസ് ഓറിയൻറ്റഡ് സാധനങ്ങളൊക്കെ എല്ലാം പറ്റുന്നുണ്ട്. അപ്പോൾ ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് നോക്കുന്നുണ്ടെങ്കിൽ 12GB വേരിയൻറ്റ് വാങ്ങിക്കായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ആക്ച്വലി ഈ ഒരു ഡിവൈസ് വിൽക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി വാങ്ങിച്ചിട്ട് 10 ദിവസം സംതിങ് ഒക്കെ ആയിട്ടുള്ളൂ. 10 ദിവസം 2 ആഴ്ച മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ 3 മാസം വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ 1 കൊല്ലം 3 മാസം വാറണ്ടി വരുന്നുണ്ട്. ഇതിൽ വാറണ്ടി വരുന്ന പീസാണ്, ഓൾറെഡി രജിസ്റ്റർ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ IMEI നമ്പർ ഒഫീഷ്യൽ OnePlus വാറണ്ടി ആണ് കേട്ടോ. നിങ്ങൾക്ക് IMEI നമ്പർ OnePlusൻ്റെ സൈഡിലോട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ഞാൻ ഓഫ്ലൈൻ സ്റ്റോർ ക്രോമ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് ഇതിൻ്റെ പ്രോസും കോൺസും പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ലോങ് ടേം യൂസ്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഓൾമോസ്റ്റ് എന്തായാലും ഒരു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന് മുമ്പ് ബേസ് വേരിയൻ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 മന്തിൻ്റെ മുകളിൽ എന്തായാലും നമ്മൾ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോക്സും സംഭവങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ബ്ലൂ ബ്ലാക്ക് ബോക്സുകളാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 12GB വേരിയൻ്റ് എന്ന് വെച്ചാൽ 512GB വേരിയൻ്റ്. 512GB വേരിയൻ്റിൽ ആകെ ഈ ബ്ലാക്ക് കളർ മാത്രമല്ല കേട്ടോ. ഇത് ഗ്ലാസ് ബാക്കും ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. അതിന് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. കുറേ ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇൻബിൽഡായിട്ട് സ്ക്രീൻ ഗാർഡും വരുന്നുണ്ട്. അപ്പോൾ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ബോക്സിൽ തന്നെ ഒരു കേസ് വരുന്നുണ്ട്. ഞാൻ പക്ഷേ ഒരു സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് എടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു എന്താ പറയുക, ഒരു ഭംഗിയുള്ളൊരു സാധനമാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇതിൻ്റെ കേസിൽ വരുന്നത് ബോക്സിൽ വരുന്നത് ഒരു ബ്ലാക്കിഷ് കേസാണ്. അതിനാണെങ്കിൽ ഒന്നാമത് ഭയങ്കര സ്ലിപ്പറിയാണ്. നമുക്ക് ഫോണിൻ്റെ ഭംഗിയോട് കാണാണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ മിക്ക എൻ്റെ ഫോണുകൾക്കൊക്കെ ഇങ്ങനത്തെ സ്ലിമ്മസ്റ്റ് കേസായിട്ട് വരും. ഇത് ആമസോണിൽ തന്നെ അവൈലബിൾ ആണ്, അത് വേറെ കാര്യമായിട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് പ്രോസിലേക്ക് പോകാൻ എന്തായാലും അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ മൂന്നാമത്തെ നമ്മുടെ പുതിയ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ ചെറുകളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രോസിലേക്ക് പോകാം. അപ്പോൾ പ്രോസിൽ പറയാനുള്ളത്, നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. 6.83 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz AMOLED പാനലാണ് വരുന്നത്. LTPO തന്നെയാണ്. കിടിലൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് കിടിലൻ ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം ഈ പ്രൈസ് റേഞ്ചിലിട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ, നല്ല ബ്രൈറ്റും ഉണ്ട്. ഇപ്പോൾ ഫുൾ ബ്രൈറ്റൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കാണില്ല കണ്ടോ. ബ്രൈറ്റ്നസ്സും ഉണ്ട്, ഞാൻ ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ടേക്കുന്നത്. ബ്രൈറ്റ്നസ്സും ഉണ്ട്, സ്മൂത്തും ആണ്, നല്ല വലുതുമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയ കൺസംഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ഗെയിമിങ്ങിന് ഫ്ലാറ്റ് ആണ്. അപ്പോൾ ഓവറോൾ വൺ ഓഫ് ദി ബെസ്റ്റ് കിടിലൻ ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം കേട്ടോ. രണ്ടാമതെന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് നമുക്ക് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ് വരുന്നത്. ഞാൻ ബെഞ്ച് മാർക്കിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പ്രാക്ടിക്കൽ യൂസേജ് പറയുമ്പോൾ നിങ്ങൾക്ക് ഗെയിമിങ് കളിക്കാം, ഇപ്പോൾ എന്താ പറയുക, എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അങ്ങനത്തെ ഹൈ പെർഫോമൻസ് പണികൾ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് പണികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഒരു ലാഗോ ഒരു സംഭവങ്ങളോ ഇല്ല. ഹീറ്റിംഗ് ഇഷ്യൂസും ഇല്ല, അത് വേറെ കാര്യം. എന്താ വെച്ചാൽ 8S Gen 3 കുറിച്ചും കാര്യമായിരിക്കും. നല്ല കിടിലൻ ആയിട്ടുള്ള പെർഫോം ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം, പിന്നെ നമുക്കതിൽ മെയിനായിട്ട് പറയാനുള്ളത് ബാറ്ററി ബാക്കപ്പ് ആണ്. നല്ല കിടലും 2 ദിവസത്തിൻ്റെ താഴെ ഒക്കെ സുഖമായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്.
800 mAh ബാറ്ററി സാധനത്തിൽ വരുന്നുണ്ട്. പക്ഷെ അത് കണ്ടാൽ തോന്നില്ല, ഭയങ്കര സ്ലിമ്മാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പറയുമ്പോൾ ഇതിൽ 200 മുകളിൽ വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല കേട്ടോ. കുറച്ച് സ്ലിപ്പറിയാണ്, ഗ്ലാസ് ആയതുകൊണ്ടാവും. പിന്നെ നമുക്ക് ഇതിലൊരു പ്ലസ് കീ ഉണ്ട്, നമ്മുടെ ടോഗിൾ ബട്ടണൊക്കെ എടുത്ത് കളഞ്ഞു. പ്ലസ് കീ നമുക്ക് മൾട്ടി യൂസിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ക്യാമറ ബട്ടണായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ഐഫോണിലത്തെ ക്യാമറ ബട്ടൺ അല്ല അതായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഫ്ലാഷ്, ഞാൻ ഇപ്പോൾ തൽക്കാലം അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്ലാഷ് ഓൺ ആകും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഫ്ലാഷിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് മ്യൂട്ട് ബട്ടണായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ, ഒരു ഇഷ്യൂസും കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിൽഡ് സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. പിന്നെ IR പ്രൊട്ടക്ട് IR നമ്മുടെ സെൻസറൊക്കെ ഇതിൽ വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഫാനും TVയും കാണാനൊക്കെ കൺട്രോൾ ചെയ്യാം. IR ആപ്പ് ബിൽഡായിട്ട് ഇൻസ്റ്റാൾ വരുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ വെർഷനിൽ പോയി കഴിഞ്ഞാൽ അതും ഒരു പ്രോസിൽ പറയാവുന്ന ഒരു സാധനം തന്നെയാണ്. ഓക്സിജൻ OS ആണ്, റെഗുലറായിട്ട് നമുക്ക് എല്ലാ മാസവും അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അതിൽ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അവിടെ പോയി, അബൌട്ട് ദ ഡിവൈസ്, ഓക്സിജൻ OS 15. അതാണെന്ന് നമുക്ക് ലാസ്റ്റ് വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇതിൽ സെപ്റ്റംബർ 2021 ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ചും കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ X200 Pro ഇതിപ്പോഴും കഴിഞ്ഞ മാസത്തെ അപ്ഡേറ്റിൽ അടങ്ങുന്നത്, ഇതൊരു ലേറ്റസ്റ്റ് സെപ്റ്റംബർ വന്നിട്ടില്ല കണ്ടോ. അപ്പോൾ ഓക്സിജൻ OSൻ്റെയും ഒപ്പോൻ്റെയും സെയിം ആണ്, നമ്മുടെ കളർ OS രണ്ടും സെയിം തന്നെയാണ്. സോഫ്റ്റ്വെയറിൽ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് കേട്ടോ. നമ്മുടെ 1 way കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ആ കാറ്റഗറിയിൽ നമ്പർ സെക്കൻഡ് വരുന്നത് ഓക്സിജൻ OS തന്നെയാണ്, ഓക്സിജൻ OS അല്ലെങ്കിൽ കളർ OS. അപ്പോൾ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിലായാലും ബഗ് ഇഷ്യൂ ഒക്കെ ഭയങ്കര കുറവാണ്. ഫണ്ട് ടച്ചേഴ്സിലൊക്കെ അത്യാവശ്യം ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ സാധനത്തിൽ നമുക്ക് ബഗ്ഗേ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താ പറയുക അബൌട്ട് ദ പേജ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല 512 GB വരുന്നതാണ്. അതിൽ ഓൾമോസ്റ്റ് 239 GB ഓക്യുപ്പൈഡാണ്. ഞാൻ എൻ്റെ കുറേ വീഡിയോ ഫയൽസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്രാഫിക്സ് പെർഫോമൻസ് ആയിക്കോട്ടെ എല്ലാം കിടിലാണ്. നമുക്ക് 12 GB വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും റാം, വെർച്വൽ റാം. അത് വേറെ ചുമ്മാ കുറേയൊക്കെ ഗിമ്മിക്കാണ്, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചാർജിങ്ങിനെ കുറിച്ചും അത് പ്രോസിൽ തന്നെ പറയേണ്ടി വരും. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്, പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ചാർജിങ് ആവുന്നുണ്ട്, ഇഷ്യൂസ് കാണുന്നില്ല. നമുക്ക് ചാർജിങ് ബ്രിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ബോക്സിൽ തന്നെ എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു ഇഷ്യൂസും കാണുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത് പ്രോസിൽ പറയാനുള്ളത് ഇതിൻ്റെ കോൾ ക്വാളിറ്റിയും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയാണ്. കോൾ ക്വാളിറ്റി ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ ഇതിൽ നമ്മുടെ ഓൾറെഡി 2 സിം നിങ്ങൾ ഉണ്ടോ കാണുന്നുണ്ടായിരിക്കും. ഒരെണ്ണം എയർടെലിൻ്റെ സിമ്മും ഒരെണ്ണം BSNL സിമ്മാണ്. രണ്ടും ഇഷ്യൂസൊന്നും ഇല്ല. വൈഫൈ ആയാലും വൈഫൈ ഇഷ്യൂസും കാണുന്നില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒരു ലാഗോ റേഞ്ച് ഇഷ്യൂ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലിയർ ബിൽഡ് ക്വാളിറ്റിയാണ്. നല്ല പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 6800 mAh ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിലും സാധനം തോന്നുകയില്ല. 200 മുകളിൽ വെയിറ്റ് ഉണ്ടെങ്കിലും അതും തോന്നുകയില്ല. നമുക്ക് എന്താ നമ്മുടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ സൂപ്പറാണ്, ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇതിൽ നമുക്ക് ഓൺ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്, പക്ഷേ ഇതിൻ്റെ പൊസിഷൻ താഴെയാണെങ്കിലും നല്ല ഫാസ്റ്റാണ് കേട്ടോ. ഇഷ്യൂസും കണ്ടു, ഇപ്പോൾ ഇഷ്യൂസും കാണുന്നില്ല, ഫാസ്റ്റ്നെസ്സിന് ആ പ്രോബ്ലം കാണുന്നില്ല. ഇതിൽ ആക്ച്വലി നമ്മൾ ഇത് അൺബോക്സ് ചെയ്ത സമയത്ത് ഇതിൽ നമുക്ക് ഈ ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റർ ആവാൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യില്ല ആ സമയത്ത്, പക്ഷേ അപ്ഡേറ്റിന് ശേഷം അതൊക്കെ സോൾവ് ആയിട്ടാണ്, അങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പോൾ പ്രോസ് തന്നെയാണ് ഇഷ്ടം, ഭയങ്കര കൂടുതലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്രയൊക്കെയാണ് നമ്മൾ ആക്ച്വലി പ്രാക്ടിക്കലായിട്ടുള്ള പ്രോസും കോൺസൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ എന്താ പറയുക, ഈ വലിയ ചാനലിൻ്റെ പോലെ സിനിമ എടുക്കണ പോലെ എന്താ പറയുക, സ്ക്രിപ്റ്റ് എഴുതിയിട്ടും നല്ലത് പറയുന്നത്. നമ്മൾ യൂസേജ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഒരാൾക്ക്, നോർമൽ ആൾക്കാർക്ക് ഒരു ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇഷ്യൂസ് ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ആൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റോ സംഭവം ഒന്നും എഴുതിയില്ല, നമ്മളിത് യൂസ് ചെയ്തിട്ട് ലൈവായിട്ടുള്ള സംഭവം നമ്മൾ പറയണം കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ട് എന്താ പറയുക, പ്രോസ് എന്ന് പറയാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡിസ്പ്ലേ പറഞ്ഞു, ബാറ്ററി പറഞ്ഞു, ചാർജിങ് പറഞ്ഞു, ബിൽഡ് ക്വാളിറ്റി പറഞ്ഞു. ക്യാമറ എന്തായാലും ഞാൻ പ്രോസിൽ പറയില്ല, പക്ഷേ ക്യാമറ മോശമെന്നല്ല, അത് നമ്മളെന്തായാലും കോൺസിൽ പറയുമ്പോൾ പറയാം. ഇനി എന്തായാലും നമുക്ക് കോൺസിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ കോൺസ് എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് ഈ Type-C പോർട്ട് വന്നേക്കുന്നത് USB 2.0 ആണ്. അത് ഒരു നെഗറ്റീവ് തന്നെ പറയേണ്ടി വരും. എന്താ വെച്ചാൽ അതും കൂടി അവർക്ക് നല്ലതാക്കായിരുന്നു. പിന്നെ അടുത്തത് മെയിൻ കോൾ എന്ന് പറയുന്നത് ക്യാമറയാണ്. അത് ക്യാമറ ആദ്യത്തെ 50 മെഗാപിക്സലും പിന്നെ 8 മെഗാപിക്സലാണ്, ഫ്രണ്ടിലും 50 മെഗാപിക്സലാണ്. ഉള്ള കൊടുത്തേക്കുന്ന സെൻസർ നല്ലതാണ്, അത് പൊട്ടേ നല്ലത് നമ്മൾ പറയുന്നത് കേട്ടോ. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ പക്ഷേ നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിൽ എന്ത് ഫോൺ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് മിനിമം 3 ലെൻസ്, അതായത് ടെലിഫോട്ടോ ലെൻസും കൂടി കിട്ടുന്നതാണ്. ഇതിൽ പക്ഷേ നമുക്ക് നമ്മുടെ പ്രൈം ലെൻസും അല്ലെങ്കിൽ ഒരു മെയിൻ ലെൻസും പിന്നെ നമുക്കൊരു വൈഡ് ആംഗിൾ ലെൻസും മാത്രമേ ഉള്ളൂ ബാക്കിൽ, റിയർ ക്യാമറയിൽ.
നമ്മുടെ എന്താ പറയുക ടെലിഫോട്ടോ ലെൻസ് ഫുള്ള് മിസ്സിംഗ് ആണ്. അതാണ് മെയിൻ ഇഷ്യൂ ആയിട്ട് നമ്മൾ പറയാം, മെയിനായിട്ട് ഇതിന് കോണിൽ കൊടുക്കാൻ കാരണം. അല്ലാണ്ട് ഉള്ള സെൻസർ നല്ല, പ്രത്യേകിച്ച് ഇതിൻ്റെ മെയിൻ സെൻസർ നല്ല സെൻസറാണ്, ഒരു ഇഷ്യൂസും കാര്യമൊന്നും ഇല്ല. ഫോട്ടോ എടുക്കുമ്പോഴോ അത്യാവശ്യം നല്ല ഞാൻ എന്തായാലും ഫോട്ടോസൊക്കെ നിങ്ങൾ കാണിക്കാൻ ഇടയ്ക്കോട്ടെ നിങ്ങൾ ഇപ്പോൾ കണ്ടു നോക്കാൻ നല്ല ഫോട്ടോസ് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് വേണമെങ്കിൽ ഞാൻ എന്താ പറയുക സെൽഫിൻ്റെ എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ആകെ ഒരു നമ്മുടെ സ്റ്റുഡിയോയിലായിട്ട് മാത്രം ഇട്ടിട്ടുള്ളൂ. ഇതാ ഈ സാധനം അത്യാവശ്യം വലുതാണ് കേട്ടോ, ഫോൺ അത്യാവശ്യം വലുതാണ്. ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ? ഇത് 50 മെഗാപിക്സലിൻ്റെ കണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉള്ള സെൻസർ നല്ല സെൻസറാണ്. ഞാൻ ആക്ച്വലി ഇത് ക്യാമറയുടെ കോണിലിടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഫുൾ ക്യാമറ സെറ്റപ്പ് കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് മോശം അതുകൊണ്ടല്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതൊരു ഓവറോൾ ഫോണിലായിട്ട് ഈ സാധനം സുഖമായിട്ട് കൺസിഡർ ചെയ്യാൻ ഒരു ഇഷ്യൂസ് ഇല്ല. ഇതിൻ്റെ നമുക്ക് കോമ്പറ്റേറ്റേഴ്സൊക്കെ വരുന്നത് പോക്കോ F7 കാണും. പോക്കോ F7 ക്യാമറ കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ അത് കൂതറ സാധനമാണ്. അത് ആക്ച്വലി പെർഫോമൻസ് അതിൽ പക്ഷേ 8S Gen 4 ആണ്. പെർഫോമൻസിലാണെങ്കിൽ നിങ്ങൾക്ക് അത് പോക്കോ F7 ആ സീരീസൊക്കെ അവർ ആക്ച്വലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ തന്നെയാണ്. അപ്പോൾ അവർ ക്യാമറ ഒന്നും നോക്കില്ല. അതുപോലെ തന്നെ IQ ആയിക്കോട്ടെ, അവർ ക്യാമറ സെൻട്രിക് അല്ല, അവർ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അവരതിന് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. കൊടുക്കുമ്പോൾ അവർ പക്ഷേ സെൻസർ കാണാൻ കൊടുക്കുന്നു, പക്ഷേ അതിന് പറ്റിയ അൽഗോരിതം ഉണ്ടാവില്ല. അതാണ് മെയിനായിട്ട് ഇത് മാറി വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ റേഞ്ചിൽ Oppo Reno 14 കിട്ടും, പക്ഷേ അതിൻ്റെ ക്യാമറ പെർഫോമൻസ് ബെറ്റർ ആണ്. എന്തുകൊണ്ട്? അതൊരു ക്യാമറ സെൻട്രിക് ഫോണാണ്. അപ്പോൾ അതിന് ക്യാമറ സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അൽഗോരിതം കയ്യിലുണ്ടാവും, ഒപ്പോക്കാർ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ബെറ്റർ ആവുന്നത്. അല്ലാണ്ട് പറയുമ്പോൾ അതിൽ നമുക്ക് ഒരു ടെലിഫോട്ടോ ലെൻസും കിട്ടുന്നുണ്ട്, വേറെ 8 മെഗാപിക്സലിൻ്റെ. ഇതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലൊരു ലെൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ഫോൺ ഈ റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Oppo Reno 14 നോക്കാം. പക്ഷേ നിങ്ങളൊരു 40,000 റേഞ്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ആക്ച്വലി നമ്മുടെ സാംസങ്ങിൻ്റെ S24 കിട്ടുന്നുണ്ട് ഈ സെയിൽസിൽ. അപ്പോൾ അതാണ് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പിക്സലിന് എന്തായാലും ഒരു പ്രൈസ് കൂട്ടി. ആദ്യത്തെ കുറച്ച് മണിക്കൂർ മാത്രം 35 ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം ഇപ്പോൾ 45 ആയി. അപ്പോൾ പിന്നെ അത് പോയി കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇത്രയും നമുക്ക് കോൺസിൽ പറയാനുള്ളൂ, അല്ലാണ്ട് വലിയ കോണൊന്നുമില്ല. എനിക്ക് ആകെ മെയിനായിട്ട് ആ സംഭവം മാത്രമേ ഫേസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള നമ്മൾ യൂസേജ് ചെയ്തിട്ടുള്ള ഒരു പ്രോസ് ആൻഡ് കോൺസ് ഓഫ് OnePlus Nord 5 കേട്ടോ. നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 12GB 256GB വേരിയൻറ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ 12GB 512GB വേരിയൻറ്റ് വാങ്ങിക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. വാട്സപ്പ് നമ്പർ താഴെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലും മതി, ഞാൻ അതിൽ ഷെയർ ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.